അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു മനുഷ്യനെ ഖബറിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ആ ഖബറിൽ മുൻകർ നക്കീർ മലക്കുകൾ അവനെ ചോദ്യം ചെയ്യാൻ വേണ്ടി ഖബറിലേക്ക് എത്തും. യഥാർത്ഥത്തിൽ ആ ഒരു ഖബറാളി അവൻ്റെ ആത്മാവുമായിട്ട് അവൻ്റെ ശരീരത്തിന് ഒരു ബന്ധം അല്ലാഹു നൽകും. ഇന്നൽ മൗത ലയസ്മഉ ഖർഅനി ആലിഹി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹദീസിൽ നമ്മെ പഠിപ്പിച്ചത് ആ ഖബറിൻ്റെ പുറത്ത് വന്നു നിൽക്കുന്ന ആളുകളെ, ആ ഖബറിൻ്റെ സമീപത്തുകൂടെ നടന്നു പോകുന്ന ആളുകളുടെ എല്ലാം സംസാരങ്ങൾ, അവരുടെ കാലൊച്ചകൾ വരെ ആ ഖബറാളികൾ കേൾക്കുമെന്നാണ്. അതുകൊണ്ട് തന്നെ ആ ഖബറിലുള്ള മനുഷ്യന് വേണ്ടി ജീവിച്ചിരിക്കുന്നവർ മഗ്ഫിറത്ത് തേടുമ്പോൾ അള്ളാഹു അത് സ്വീകരിക്കും. ചില ആളുകൾ പറയുന്നുണ്ട്, ജീവിതകാലത്ത് നമ്മൾ എന്താണോ ചെയ്തത് അതുമാത്രമേ നമുക്ക് ഉപകരിക്കുകയുള്ളൂ. നമ്മൾ മരിച്ചു കഴിഞ്ഞ് നമുക്ക് വേണ്ടി വേറെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ അത് ഉപകരിക്കുകയില്ല എന്ന് പറയുന്നത് അത് വിവരമില്ലാത്തത് കൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ ഒരാൾ മരിച്ച് അയാൾക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കാൻ മറ്റുള്ളവർ ഒരുമിച്ച് കൂടി അവിടെ വെയിറ്റ് ചെയ്ത് കാത്തു നിൽക്കേണ്ടതില്ലല്ലോ. കാരണം ഈ മയ്യത്ത് നിസ്കാരം കൊണ്ട് ഈ മയ്യത്തിന് യാതൊരു ഉപകാരവുമില്ലെങ്കിൽ. പക്ഷെ അങ്ങനെയല്ല, ആ മയ്യത്തിന് വേണ്ടി എത്ര ആളുകൾ ഒരുമിച്ച് കൂടുന്നുവോ അവരുടെ എണ്ണം കണ്ടുകൊണ്ട് എത്രമാത്രം എണ്ണം കൂടുന്നുണ്ടോ അതിനനുസരിച്ച് ആ മരിച്ചു കിടക്കുന്ന വ്യക്തിക്ക് അവൻ്റെ ഖബറിൽ സന്തോഷവും സുഖവും ലഭിക്കും. കാരണം ഈ മയ്യത്ത് നിസ്കരിക്കാൻ എത്തുന്ന ഓരോ മനുഷ്യരുടെയും സാന്നിധ്യം അത് ഒരു ശുപാർശയായി അള്ളാഹു സ്വീകരിക്കുകയാണ്. ആ മരിച്ച വ്യക്തിയെക്കുറിച്ച് ഒരാൾ നല്ലത് പറഞ്ഞാൽ ആ നല്ല വാക്ക്, ആ നല്ല പ്രശംസ അതുപോലും ആ മരിച്ചു കിടക്കുന്ന വ്യക്തിക്ക് ഗുണം ചെയ്യും. ഇതാണ് ഖുർആനും ഹദീസും നമ്മളെ പഠിപ്പിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരാൾ മരിച്ച് ഖബറിലെത്തി കഴിഞ്ഞാൽ അത് അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ, അവൻ്റെ പരലോകത്തേക്കുള്ള ഫസ്റ്റ് ഗേറ്റാണ്, അവൻ്റെ പരലോക ജീവിതത്തിൻ്റെ ആരംഭമാണ്. അതുകൊണ്ട് തന്നെ ആ ഖബറിൽ ഒരാൾ രക്ഷപ്പെട്ടാൽ ആ ഖബറിന് ശേഷമുള്ള വിശാലമായ ജീവിതമുണ്ട്. ആ ജീവിതത്തിൽ എല്ലാം, ആ ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും അവന് രക്ഷയുണ്ടാകും. ആ ഖബറിൽ അവന് പരാജയമാണെങ്കിൽ അവൻ്റെ പരലോക ജീവിതത്തിൻ്റെ ബാക്കിയുള്ള ഘട്ടങ്ങളിലൊക്കെയും അവന് പരാജയമായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ടാണ് ആ ഖബർ എന്ന് കേൾക്കുമ്പോൾ മഹാന്മാരായ ആളുകൾ അവർ പേടിക്കുകയും ബേജാറാവുകയും കരയുകയും ചെയ്തത് ആ ഖബറിനെ കുറിച്ച് ഓർത്തുകൊണ്ടാണ്. അത്രമാത്രം ഖബർ സങ്കീർണമാണ്. ആ ഖബറിൽ അള്ളാഹുവിൻ്റെ മലക്കുകളുടെ സാന്നിധ്യമുണ്ടാവും. ആ ഖബറിൽ ചോദ്യവും ഉത്തരങ്ങളും ഉണ്ടാവും. അതുകൊണ്ടാണ് മരിച്ചു കിടക്കുന്ന ആ ഖബറടക്കിയ വ്യക്തിക്ക് ഗുണം ലഭിക്കാൻ വേണ്ടി ഖബറിൻ്റെ പുറത്തുനിന്ന് ആളുകൾ പെട്ടെന്ന് പിരിഞ്ഞു പോവാതെ അവർ അവിടെ തന്നെ വെയിറ്റ് ചെയ്ത് ആ ഖബറാളിക്ക് വേണ്ടി ദുആ ചെയ്യുന്നത്, ആ ഖബറിൽ കിടക്കുന്ന മനുഷ്യന് വേണ്ടി അവർ പ്രാർത്ഥിക്കുന്നത്, അവർ ഖുർആൻ ഓതുന്നത് എന്തിനു വേണ്ടിയാണ്? അത് ആ ഖബറിൽ കിടക്കുന്ന വ്യക്തിക്ക് ഒരു അനുഗ്രഹം ലഭിക്കാൻ വേണ്ടിയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു യാത്രാമധ്യേ ആളുകളെ ഖബറടക്കിയ ഖബർസ്ഥാനിലൂടെ ഇങ്ങനെ നടന്നുപോയപ്പോൾ പെട്ടെന്ന് അവിടെ നിൽക്കുക മാത്രമല്ല, അവിടെ അടക്കിയിരിക്കുന്ന ആ ഖബറിൻ്റെ അകത്തേക്ക് ഇങ്ങനെ ദീർഘസമയം നോക്കി നിന്നു. എന്നിട്ട് കൂടെയുള്ള സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബ, ഇന്നൽ മൗത ലയുഫ്തനു, ഈ ഖബറിൽ മരിച്ചു കിടക്കുന്ന വ്യക്തികൾ, ഖബറാളികൾ, അവർ ശിക്ഷിക്കപ്പെടുന്നുണ്ട്. യുഅദ്ദബൂന, അവർക്ക് ശിക്ഷ ലഭിക്കുന്നുണ്ട്. അങ്ങനെ 2 ഖബറുകളെ കുറിച്ചാണ് പറഞ്ഞത്. അതിൽ ആ ഖബറിൽ കിടക്കുന്ന വ്യക്തിക്ക് ശിക്ഷയുണ്ട് എന്ന് ഖബറിൻ്റെ പുറത്തു വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞു. എന്നിട്ട് പരിഹാരമായി പറഞ്ഞത്, നിങ്ങൾ ഒരു ഈത്തപ്പനയുടെ ഒരു പച്ച കൊമ്പ്, അതിൻ്റെ ഒരു പച്ച കമ്പ് നിങ്ങൾ കൊണ്ടുവരണമെന്നാണ്. എന്നിട്ട് ആ പച്ച മടൽ അതെടുത്ത് ആ ഖബറിൻ്റെ പുറത്ത്, ആ ഖബറാളിയുടെ തലയുടെ ഭാഗത്ത് അത്
മണ്ണിലേക്ക് താഴ്ത്തി വെക്കുകയും എന്നിട്ട് പറഞ്ഞു, ഇത് മണ്ണിൽ അതിങ്ങനെ പച്ചയായി വേര് മുളച്ച് അതിങ്ങനെ നിൽക്കുന്ന കാലത്തോളം അതിൻ്റെ തസ്ബീഹുകൾ ആ ഖബറാളിക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു മനുഷ്യേതര വസ്തുക്കളുടെ, സസ്യങ്ങളുടെ, ചെടികളുടെ, ഇലകളുടെയൊക്കെ തസ്ബീഹുകൾ അത് ഖബറിൽ കിടക്കുന്നവർക്ക് ഉപകരിക്കുമെന്ന് ഈ സംഭവം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ മനുഷ്യർ, അവർ സ്വന്തം പിതാവ് മരണപ്പെട്ടു, മാതാവ് മരണപ്പെട്ടു, മക്കൾ, പേരമക്കൾ, അവർക്ക് വേണ്ടി ചെയ്യുന്ന അമലുകൾ, അവിടെ ഖബറും പുറത്തു വന്ന് ചെയ്യുന്ന ദുആകൾ, മക്കൾ മരണപ്പെട്ടു, ആ മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾ ചെയ്യുന്ന വിവിധങ്ങളായ അമലുകൾ, അതുപോലെ തന്നെ ഭർത്താവ് മരണപ്പെട്ടു, ഭാര്യ മരണപ്പെട്ടു, ആ ഭർത്താവിന് വേണ്ടി ഭാര്യയും ഭാര്യയ്ക്ക് വേണ്ടി ഭർത്താവും ചെയ്യുന്ന അമലുകൾ, ഇതൊക്കെ സ്വീകരിക്കപ്പെടുമോ എന്ന് ഇസ്ലാമിക ലോകത്തൊരു തർക്കവുമില്ല, ഒരു സംശയവുമില്ല. അങ്ങനെ സംശയമില്ലാത്ത വിധം സ്ഥിരപ്പെട്ട കാര്യമാണ്. ഖുർആനിലെയും ഹദീസിലെയും പ്രമാണങ്ങൾ അത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ ഖബറിലുള്ള ജീവിതത്തെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കി ആ ഖബർ ജീവിതത്തിലേക്ക് വേണ്ടി നമ്മൾ അമൽ ചെയ്ത് നമ്മുടെ സമ്പാദ്യം നന്മകൾ കൊണ്ട് നമ്മുടെ മരണാനന്തര ജീവിതത്തിലേക്ക് നമ്മൾ ഒരുക്കി വെക്കണം, തയ്യാർ ചെയ്ത് വെക്കണം എന്നാണ് ഖുർആനും ഹദീസും ഒക്കെ നമ്മൾ പഠിപ്പിക്കുന്നത്. അല്ലാഹു നമ്മുടെ ഖബറുകൾ സന്തോഷത്തിലാക്കി തെരുമാറാകട്ടെ. നമ്മളിൽ മരിച്ചുപോയ ഒരുപാട് ആളുകൾ, അവരുടെ ഖബറുകൾ പടച്ചവൻ സ്വർഗീയമായ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ചു കൊടുക്കട്ടെ. ആമീൻ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.